Her courage never bent, her spirit never broke. She rises and we rise with her. അനോമി എന്ന സിനിമയുടെ അണിയർ പ്രവർത്തകർ ഭാവനയെ റീഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇങ്ങനെയാണ്. ഒരുപക്ഷെ ഭാവനയ്ക്ക് ഏറ്റവും നല്ലൊരു റീഇൻട്രൊഡക്ഷൻ കൊടുത്തതും ഈ സിനിമയുടെ അണിയർ പ്രവർത്തകരാണെന്ന് തോന്നിപ്പോകുന്നതായിരുന്നു ആ വീഡിയോ. അഴിച്ചിട്ട മുടിയിൽ നിശ്ചയദാർഢ്യത്തോടെ കെട്ടിവരുന്ന ഭാവന, ആ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. വളരെ ഗൗരവത്തോടെ നടന്നുകൊണ്ടുവരുന്ന ഭാവനയെ കാണുമ്പോൾ ഇത്തവണ ബോക്സ് ഓഫീസിൽ ഹിറ്റ് അടിച്ച് മടങ്ങൂ എന്നുള്ള നിശ്ചയദാർഢ്യം ആ മുഖത്തിൽ നിന്നും വ്യക്തമാകുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയുടെ വാക്കുകൾ. എന്തായാലും അനോമി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ജനുവരി 30. ഒരുപക്ഷെ ഭാവനയുടെ 90ാമത്തെ സിനിമയായിട്ട് അനോമി എത്തുമ്പോൾ ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടാൻ കഴിയുന്ന ചിത്രമായിട്ട് തന്നെയാണ് ഏവരും വിലയിരുത്തുന്നത്. നവാഗതനായ റിയാസ് മറാത്താണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഭാവനയുടെ കരിയർ ആരംഭിക്കുന്നത് 2002-ലാണ്. നമ്മൾ എന്ന സിനിമയിൽ നിന്ന് തുടങ്ങിയ ആ നായികയുടെ തേരോട്ടം 23 വർഷങ്ങൾക്ക് ശേഷം ഇതാ 90ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ഭാവന വന്ന വഴികൾ ഒന്ന് ഓർത്തു നോക്കാം. ഒരുപക്ഷെ മലയാളത്തിൽ തുടക്കത്തിൽ ഹ്യൂമർ നല്ലോണം കൈകാര്യം ചെയ്യുന്ന അതിസുന്ദരിയായ നായിക, അത് തന്നെയായിരിക്കാം ഭാവനയ്ക്ക് കൊടുത്തിരുന്ന വിശേഷണങ്ങൾ. പിന്നീട് ഭാവന എന്ന നായിക പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞതാണെങ്കിൽ പോലും ഏറ്റെടുത്ത റോളുകൾ തന്നെക്കാൾ പ്രായം കൂടിയതും ഒരുപക്ഷെ അതെല്ലാം വിശ്വസിപ്പിക്കുന്ന തരത്തിൽ മലയാളി പ്രേക്ഷകരെ പിടിച്ചെടുത്താനും ഭാവനയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ്. അതും എത്രയെത്ര കഥാപാത്രങ്ങൾ എത്രയെത്ര രീതിയിൽ ഭാവന മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് നായികയായി മാത്രമല്ല നമ്മൾ ഭാവനയെ കണ്ടിട്ടുള്ളത്. പല പല രീതിയിലുള്ള വേഷങ്ങളിൽ ഭാവന പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നായിക എന്ന രീതിയിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പലർക്കും എടുത്തു പറയാൻ കാരണവും ഇതുപോലുള്ള വേഴ്സറ്റാലിറ്റി റോളുകൾ ഭാവന ചെയ്തതുകൊണ്ട് തന്നെയാണ്. ഭാവനയുടെ കരിയറും മുന്നോട്ട് വന്ന വഴികളും ഒക്കെ തന്നെ നമുക്ക് വളരെയധികം ഇൻസ്പയറിംഗ് ആണ്. ഒരുപക്ഷെ 2017 ശേഷം പൂർണ്ണമായും കന്നഡ സിനിമയിലേക്ക് മാത്രം പോയ നായികയായി ഭാവന മാറി. ബാക്ക് ടു ബാക്ക് ആയിട്ട് കന്നഡ സിനിമകൾ നായികയായി ഭാവന അവിടെ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ പോലും അതിന് മുന്നേ ഏറ്റെടുത്ത മലയാളം കമ്മിറ്റ്മെൻറ്റ്സ് ഭാവന അവസാനിപ്പിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് പോയത്. പിന്നീട് മലയാളത്തിൽ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രം ചെയ്ത ഭാവന അതിനുശേഷം പിന്നീട് മലയാളി പ്രേക്ഷകർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ ആ സിനിമകൾ വേണ്ട രീതിയിൽ വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അനോമിയിലൂടെ ഭാവന തിരികെ എത്തുമ്പോഴേക്കും മലയാള സിനിമയിൽ വീണ്ടും തുടരെ ബാക്ക് ടു ബാക്ക് എങ്ങനെയാണോ തൻ്റെ കരിയറിൽ പീക്ക് പോയിന്റിൽ ഭാവന ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങൾ സിനിമകൾ ഉണ്ടായിരുന്നതോ അതുപോലെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഭാവന നിൽക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ടി സീരീസും പനോരമ സ്റ്റുഡിയോസും ചേർന്ന് ആദ്യമായിട്ട് നിർമ്മിക്കുന്ന മലയാള സിനിമയും കൂടിയായിരിക്കും അനോമി. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പാനലിൽ റോയ് CJ ആണ് ഈ ചിത്രം നിർമ്മിക്കുന്ന മറ്റൊരു നിർമ്മാതാവ്. എന്തായാലും റിയാസ് മറാത്തിൻ്റെ നവാഗത സംവിധാനത്തിൽ തന്നെയാണ് ഭാവന തവണ എത്തുന്നത്. ഒരു വലിയ താരനിര തന്നെയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. റഹ്മാൻ, വിഷ്ണു അഗസ്ത്യ ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഒരു ത്രില്ലർ സ്വഭാവം ഉടനീളം ഈ സിനിമയിൽ പുലർത്തുന്നുണ്ട്. ഓരോ പോസ്റ്റേഴ്സിൽ പോലും നമുക്കത് കാണാം. സാറാ ഫിലിപ്പ് എന്ന കഥാപാത്രമായിട്ടാണ് ഭാവന ഈ സിനിമയിൽ എത്തുന്നത്. സാറാ ഫിലിപ്പ് ഭാവനയെ സംബന്ധിച്ചിടത്തോളം 90ാമത്തെ സിനിമയിലെ 90ാമത്തെ കഥാപാത്രമായിട്ട് പറയുമെങ്കിൽ പോലും ഒരുപക്ഷെ ഇതുവരെ കാണാത്ത ഭാവനയെ നമുക്കിതിലൂടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ജനുവരി 30-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമാകും എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെയും ചിന്ത അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമ ഗംഭീരമായ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പ്രേക്ഷകർ ഈ സിനിമയെ സ്വീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ സിനിമ വിജയിക്കേണ്ട ഒരു ആവശ്യം ഭാവനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മലയാള സിനിമയിൽ വീണ്ടും തിരികെ വരികയാണെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ടൊരു കംബാക്ക് ആയിരിക്കണം. അത് ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കണം എന്ന വ്യക്തമായ ധാരണയിലും കൂടി എത്തിക്കൊണ്ടാണ് ഭാവന ഈ സിനിമയുമായി എത്തുന്നത് എന്ന് വേണം തന്നെ പറയാൻ. ഒരുപക്ഷെ മലയാളത്തിൽ നിന്ന് മാറുന്നെങ്കിൽ പോലും ഭാവന കന്നഡയിൽ തുടരെ സിനിമ ചെയ്തുകൊണ്ടിരുന്നതും നമുക്ക് മനസ്സിലാക്കാം. അവിടെ നല്ല വിജയങ്ങൾ നേടിക്കൊണ്ടിരുന്ന നായികയായിരുന്നു ഭാവന. പിന്നീടാണ് വീണ്ടും മലയാളത്തിലേക്ക് തിരികെ വന്ന് വീണ്ടും മലയാളത്തിൽ എങ്ങനെയാണോ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരുന്നത്, എങ്ങനെയാണോ ആ ചാമിങ് ആയിട്ട് ബോക്സ് ഓഫീസിൽ പിടിച്ചുകുലുക്കുന്ന രീതിയിലേക്കുള്ള ഭാവനയുടെ സിനിമകൾ മാറിക്കൊണ്ടിരുന്നത്, അതുപോലെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഭാവനയും ഭാവന ആരാധകരും മലയാളി പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്, വിശ്വസിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്.